നമസ്കാരം. സർക്കാർ ജീവനക്കാർക്ക് വീണ്ടും പിണറായി സർക്കാർ വക മുട്ടൻ പണി. 2024-25 ലീവ് സറണ്ടർ അനുവദിച്ചെന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഈ ലീവ് സറണ്ടറിൽ ഉൾപ്പെടുന്ന PF ലയിക്കുന്ന പണം പിൻവലിക്കാൻ ഈ ഉദ്യോഗസ്ഥർക്ക് 2028 മാർച്ച് 31 മാത്രമേ സാധിക്കൂ എന്നത് ഉദ്യോഗസ്ഥർക്ക് വലിയ പണിയായി മാറുന്നു. ലീവ് സറണ്ടർ പാസാക്കും, പണം അടുത്ത സർക്കാർ തരും എന്ന രീതിയിലാണ് മുൻ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും മുഖ്യമന്ത്രി ഉത്തരവ് നൽകിയിരിക്കുന്നത്. ലീവ് സറണ്ടറിന് അപേക്ഷിച്ചാൽ അനുമതി നൽകും, തുക PF ലയിപ്പിക്കും, പണം കിട്ടുന്നത് അടുത്ത സർക്കാരിന്റെ കാലത്താകും എന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ഒരു മാസത്തെ ശമ്പളമാണ് ലീവ് സറണ്ടറായി നൽകുക എന്നതാണ് അതിന്റെ മറ്റൊരു ദയനീയാവസ്ഥ. PF ലയിപ്പിക്കുന്ന ലീവ് സറണ്ടറിന് ജീവനക്കാരൻ വരുമാന നികുതിയും അടയ്ക്കേണ്ടി വരും. ഫലത്തിൽ എന്നോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന പണത്തിന് ഈ വർഷം നികുതി അടയ്ക്കേണ്ടുന്ന അവസ്ഥയാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക്. തുടർച്ചയായി 5 വർഷമാണ് ലീവ് സറണ്ടറിൽ സർക്കാർ ഈ വക ഉഡായിപ്പ് കാണിക്കുന്നതെന്നതും ശ്രദ്ധേയം. 5 മാസത്തെ ശമ്പളം ഇതുവഴി ജീവനക്കാരന് നഷ്ടപ്പെടും എന്ന് വേണം പറയാൻ. താഴ്ന്ന വിഭാഗം ജീവനക്കാരായ ഓഫീസ് അസിസ്റ്റന്റ്സിനും പേഴ്സണൽ സ്റ്റാഫിലെ കുക്കിനും ഓഫീസ് അസിസ്റ്റന്റിനും ലീവ് സറണ്ടർ പണമായി ലഭിക്കും. ലീവ് സറണ്ടർ പാസാക്കും, പണം അടുത്ത സർക്കാർ തരും എന്നാണ് KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. കിട്ടിയോ കിട്ടി, കിട്ടിയില്ലേ കിട്ടിയില്ല, ആ രീതിയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പോകുന്നത് എന്നും പറയേണ്ടി വരും. 1290 കോടി രൂപയാണ് ലീവ് സറണ്ടറായി അനുവദിച്ചിരിക്കുന്നതെന്നാണ് KN ബാലഗോപാൽ പറയുന്നത്. എങ്കിലും ഈ തുക കൈപ്പറ്റാൻ ഉദ്യോഗസ്ഥർക്ക് ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നതാണ് ശ്രദ്ധേയം. അതേസമയം തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം വമ്പൻ പ്ലാനാണ് പുറത്തിറക്കിയത്. അതിന്റെ ഭാഗം തന്നെയായിരുന്നു ഈ ലീവ് സറണ്ടർ എന്ന് പറയേണ്ടി വരും. പെൻഷൻ കുടിശ്ശികയ്ക്ക് വേണ്ടി 628 കോടി രൂപ, റബ്ബർ ബോണസിന് വേണ്ടി 24.48 കോടി രൂപ, ജീവനക്കാർക്ക് ലീവ് സറണ്ടറായി തുക അനുവദിക്കുക, സ്കോളർഷിപ്പിന് വേണ്ടി 454 കോടി രൂപ എന്നിവയായിരുന്നു കഴിഞ്ഞ ദിവസം ധനമന്ത്രി അനുവദിച്ചത്. ഇതിൽ സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ പ്രധാന വിഷയമായി മാറുകയാണ്. അതായത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ 2024-25 ലീവ് സറണ്ടർ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നു. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും GPS ഇല്ലാത്തവർക്കും ആനുകൂല്യം അടുത്ത മാസം 1 പണമായി ലഭിക്കുമ്പോഴും 4 വർഷം കഴിഞ്ഞാൽ മാത്രമാണ് ഈ തുക പിൻവലിക്കാനാകൂ എന്ന് ധനമന്ത്രി തന്നെ അറിയിക്കുന്നു. ലൈഫ് ഭവന പദ്ധതിക്കായി 130 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി അനുവദിച്ചത്. ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ വിഹിതമായി ഈ തുക കൈമാറും. 448.34 കോടി രൂപ അടുത്ത ഗഡു ഹഡ്കോ വായ്പ ലഭിക്കാനുള്ള സർക്കാർ ഗ്യാരണ്ടിയും നൽകിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഭവന നിർമ്മാണത്തിനും ധനസഹായം നൽകുന്നതിനും 217.22 കോടി നൽകിയതായും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്നാൽ ഇതെല്ലാം തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികളാണ് എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല, 2ാം പിണറായി ഭരണം അവസാനിക്കുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ലീവ് സറണ്ടറുമായിട്ട് ബന്ധപ്പെട്ട തുക ലഭിക്കുക എന്നതാണ് യാഥാർത്ഥ്യം. 2ാം പിണറായി സർക്കാർ അവസാനിക്കാൻ ഇനി വെറും 2.5 വർഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞു വേണം അടുത്ത സർക്കാർ രംഗത്ത് വരാനും ആ സർക്കാർ ഈ പണം കണ്ടെത്തേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞാൽ ക്രെഡിറ്റ് പിണറായി സർക്കാരിനും ബാധ്യത അടുത്ത് വരാൻ പോകുന്ന സർക്കാരിനുമായിരിക്കും ലീവ് സറണ്ടറിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്.